കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ വിജയിച്ചു. ഇനി പറയുന്നു റോം വിജയിക്കും, റോമിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കടന്നു വരുമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിളും വരുമെന്ന് പറഞ്ഞു. ആദ്യം കോൺസ്റ്റാന്റിനോപ്പിൾ, പിന്നെ റോം നഗരം. ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയം നടന്നിട്ട് 600 കൊല്ലമേ കഴിഞ്ഞിട്ടുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു റോം ഇസ്ലാമിലേക്ക് കടന്നു വരും. പാശ്ചാത്യ നാടുകൾ അന്ധമായ ശരീരത്തിന്റെ ആരാധനയിൽ നിന്ന്, മനുഷ്യൻ മൃഗത്തെ പോലെ ജീവിക്കണമെന്ന് പറയുന്ന അന്ധമായ ഭൗതികതയിൽ നിന്ന് തെന്നിമാറി ഇസ്ലാമിന്റെ സനാതനമായ മഹത്വമായ ആത്മീയതയുടെ മാർഗത്തിലേക്ക് ലോകരാജ്യങ്ങൾ കടന്നു വരാനിരിക്കുന്നു എന്ന സൂചനയാണ്. റോം നഗരം ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്ന് ഹബീബിന്റെ ഈ വിശുദ്ധമായ ഹദീസ് പറഞ്ഞു തരുന്നത്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ഇന്നല്ലാഹ يبعث لهذه الأمة على رأس كل 100 سنة من يجدد لها دينها. ഓരോ 100 വർഷം കഴിയുമ്പോഴും ഈ ഉമ്മത്തിന് അല്ലാഹു മുജദ്ദിദീങ്ങളെ കൊണ്ടുവരും. ഇസ്ലാമിനെ ഉണർത്താൻ ചില ആളുകളെ കൊണ്ടുവരും. മുജദ്ദിദീങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ ശംസുൽ ഉലമ ചെയ്ത ഏറ്റവും വലിയ ത്യാഗം ഈ ഉമ്മത്തിന് ആത്മീയതയുടെ മാർഗം വെട്ടിത്തുറന്നു കൊടുത്ത, ആത്മീയതയുടെ മാർഗത്തിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോയ മഹാനായ ശംസുൽ ഉലമയെ മുജദ്ദിദെന്ന് പണ്ഡിതന്മാർ ഉയർത്തി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ 100 കൊല്ലം തികയുമ്പോഴും മുജദ്ദിദീങ്ങൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന് ഒരു തകർച്ച വരുമ്പോ, ഇസ്ലാമിന് ഒരു തളർച്ച വരുമ്പോ, ഇസ്ലാമിന് ഒരു ക്ഷീണം വരുമ്പോ ഉണർത്താനും ഇസ്ലാമിനെ ഉയർത്തി കാണിക്കാനും ഓരോ 100 കൊല്ലത്തിലും ഒരു മുജദ്ദിദിനെ അള്ളാഹു ഓരോരോ ഭാഗങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഇസ്ലാം ഉണർന്നു വരും, ഇസ്ലാം വിജയിച്ചു വരുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന സൂചനയാണത്. ഹബീബായി തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ഹത്താ തഖൂമസ്സാഅ. ലോകാവസാനം അടുക്കുന്നവരെ ഒരു വിഭാഗം ആളുകൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ആരെല്ലാം എന്തെല്ലാം ആക്ഷേപിച്ചാലും, എന്തെല്ലാം പരിഹസിച്ചാലും, എത്രയെല്ലാം ആക്രമിച്ചാലും കടന്നാക്രമിച്ചാലും ഒരു വിഭാഗം ആളുകളെ സത്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത വിധം ലോകാവസാനം വരെ നന്മയുടെ കുടിപിടിച്ചൊരു വിഭാഗം ഇവിടെ നിലനിൽക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഘത്തെ ഏറ്റെടുക്കുന്നത് ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു ആയിരിക്കും. അതിൽ പിന്നെ സയ്യിദുനാ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം. അതുകൊണ്ട് ഈ ഉമ്മത്തിന് വിജയമുണ്ടെന്ന ശുഭാപ്തി വിശ്വാസം ഹബീബ് തുടരെ നമുക്ക് തന്നു. ഹബീബ് പറയുമായിരുന്നു, മസലു ഉമ്മത്തി മസലുൽ മത്വർ. ഈ ഉമ്മത്തിന്റെ ഉദാഹരണം ഒരു മഴയെ പോലെയാണ്. ലാ യദ്രി അവ്വലുഹു ഖൈറുൻ അം ആഖിറുഹു. ഒരു മഴ പെയ്യുമ്പോ ആ മഴയുടെ തുടക്കമാണോ നല്ലത്, ഒടുക്കമാണോ നല്ലത്? രണ്ടും നല്ലതാണ് എന്നതുപോലെ എന്റെ ഉമ്മത്തിന്റെ ആദ്യവും എന്റെ ഉമ്മത്തിന്റെ അവസാനവും ഒരു മഴ പോലെ മുഴുവനും നന്മയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി തങ്ങൾ ഇന്ത്യക്കാർക്ക് അഭിമാനം നൽകുന്ന ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇസാബതാനി മിൻ ഉമ്മതി അഖ്റജഹുമുല്ലാഹു മിനന്നാർ. 2 വിഭാഗം ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 വിഭാഗം ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരാണ്. അതിന് ഹദീസ് പണ്ഡിതന്മാർ കൊടുക്കുന്ന അർത്ഥം, ലാ യദ്ഖുലാനിന്നാർ അബദാ. ഒരിക്കലും അവർ നരകത്തിൽ പോവില്ല. ആരാണ് ആ 2 വിഭാഗം എന്നറിയുമോ? ഇസാബത്തുൻ തഗ്സുൽ ഹിന്ദ് വഇസാബത്തുൻ തകൂനു മഅ ഈസാ ഇബ്നു മറിയം. ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് ഇസ്ലാമിന്റെ സുന്ദര വെളിച്ചവുമായി കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകൾ, അവരും ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ജൂതന്മാർക്കെതിരെ പടപൊരുതുന്ന മുസ്ലിമീങ്ങളിൽ ഔലിയാക്കന്മാരായ മുഅ്മിനീങ്ങൾ അണിനിരത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം നടത്തുന്ന ആ ഒരു മഹായുദ്ധത്തിൽ ചേരാൻ പോകുന്ന ആ സംഘവും ഇന്ത്യയിലേക്ക് ദഅവത്തിന് വരുന്ന സംഘങ്ങളും, ഈ 2 സംഘത്തെയും നരകം തൊടുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണെന്നതിന്റെ പേരിൽ ഇസ്ലാമിനെ തകർക്കാൻ പോകുന്നില്ല. മുസ്ലിമീങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണെന്നതിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ തകർക്കാൻ കഴിയില്ല. ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യം പോലും ഇസ്ലാമിന്റെ വെളിച്ചം ലഭിക്കാൻ പോകുന്ന, അള്ളാഹുവിന്റെ പ്രഭയിൽ, ദീനിന്റെ പ്രഭയിൽ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന
ഏറ്റവും സുവർണമായൊരു കാലഘട്ടം ഭാരതത്തിന് കടന്നു വരാൻ പോകുന്നുവെന്ന് വഹീന്റെ വെളിച്ചത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇസാബതാൻ ലാ തദ്ഖുലാനിൻ നാർ ഇസാബതാൻ മിൻ ഉമ്മതി അഖ്റജഹുമുല്ലാഹു മിനൻ നാർ. നരകത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്ന രണ്ട് വിഭാഗം. ഒന്ന് ഇസാബത്തുൻ തഗ്സുൽ ഹിന്ദ്, ഭാരതത്തിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായി കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകൾ, ഭാരതത്തിലേക്ക് അള്ളാഹുവിന്റെ വെളിച്ചവുമായി കടന്നു വരുന്നവർ. അതൊരു പക്ഷേ മഹാനായ മാലിക് ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ശേഷം വന്ന താബിഈങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബികളും നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ ആരൊക്കെയാണോ ഇസ്ലാമിന്റെ വെളിച്ചം ഇന്ത്യയിൽ കൊണ്ടുവന്നത്, അവർക്ക് അല്ലാഹു നരകം കൊടുക്കുകയില്ല, അവരെ അല്ലാഹു നരകത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടുത്തി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാരതത്തെ നബി തങ്ങൾ അന്ന് കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇസ്ലാമിന്റെ പ്രഭ വരുമെന്ന് അറേബ്യയിൽ വെച്ച് കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.